കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട് ഓടും കാറ്റിൽ ചിറകു വീശി വളർന്ന പൊന്മാനിരം. അല്ല, ഇത്ര അടിച്ചു കയറ്റേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഓ, തലവേദന എടുത്തിട്ട് പാടില്ലേ. വീട്ടിൽ ചെന്നാൽ വീട്ടുകാർക്ക് തലവേദന, നാട്ടിൽ ചെന്നാൽ നാട്ടുകാർക്ക് തലവേദന, ഇവിടെ വന്ന് ഇവിടത്തുകാർക്ക് തലവേദന. മുകളിലേക്ക് എടുത്തേക്കണേ ദൈവമേ. അല്ല വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് തലവേദനയാവും. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. അയ്യോ. ഓ, സാറെന്താ മുകളിലോട്ട് വന്ന കാര്യമൊക്കെ പറഞ്ഞു? അല്ല, മറ്റേ കോട്ടയത്തെ പുതിയ ലുലുമാളി പോകുന്ന കാര്യം വന്നു. എന്നാ പിന്നെ ഞാനിവിടെ ലീവ് എടുക്കാം സാർ, നമുക്ക് ഒരുമിച്ച് പോയല്ലേ സാറേ? അല്ല, ഇനിയിപ്പോ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ. ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, നമുക്ക് ഒപ്പിട്ടിട്ട് അങ്ങ് ഇറങ്ങിയാലോ സാറേ? എന്നാ അത് പോവാൻ കുഴപ്പമില്ല സാറേ. വേറൊരു കാര്യം സാറിന് മനസ്സിലായോ? എന്താ ഉഷേ? സാറേ, ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ എന്താന്ന് സാറിന് അറിയാമോ? റെസ്റ്റിന് വേണ്ടിയുള്ള സ്ഥലം, ഫോർ റെസ്റ്റ്. ഞാൻ കണ്ടുപിടിച്ച സാറേ, എങ്ങനെയുണ്ട്? കൊള്ളാം കേട്ടോ. എന്റെ തലവേദന പകുതി അങ്ങ് പമ്പ കിടന്നു. അല്ല, സാറിന് എന്താ ഇത്ര തലവേദന? ഇന്നലെ നമ്മുടെ മാത്യു സാറിന്റെ റിട്ടയർമെന്റ് ആയിരുന്നല്ലോ. ഞാൻ അവിടെ ചെന്ന് കുറെ ചാത്ത സാധനം അടിച്ചടിച്ച് മാട്ട സാധനം കുറെ മാട്ട അടിച്ചടിച്ചടിച്ചടിച്ച് എന്റെ പൊന്നോ തലവേദന കൊണ്ട്. സാറേ, അത് മാട്ടയാന്ന് അറിഞ്ഞപ്പോ പിന്നെ സാർ എന്തിനാ അത് അടിക്കാൻ പോയേ? മിമിക്രിക്കാര് മാട്ട അടിക്കണല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ലേ? മാട്ട അടിക്കാനുള്ള കുഴപ്പമുള്ള. ഇന്നലെ സാറൊരു മാട്ട അടിച്ചെന്ന് പറഞ്ഞില്ലേ, അതിനേക്കാൾ മാട്ടയായി ഇപ്പൊ അടിച്ച സാധനം. ആണോ? മറ്റേ വേറെ ഫോറസ്റ്റ് തന്നില്ലേ, അതിനൊരു റെസ്റ്റ് കിട്ടട്ടെന്ന് ഭയങ്കര മാട്ടയായി പോയി കേട്ടോ സാറേ. പിന്നെ എന്തുണ്ട് സാറ് ഇന്ന് താമസം എന്താ? ഇത് താമസ കാര്യം ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് സാറേ. എന്ത്? മാത്യു സാർ എന്ത് പണിയാ സാറേ കാണിച്ചത്? മാത്യു സാറ് വിളിച്ചില്ല, അത്രല്ലേ ഉള്ളൂ. റിട്ടയർമെന്റിന് എന്നെ വിളിച്ചോ? ഞാൻ കിടുക്കനായിട്ട് ഡാൻസ് കളിക്കുന്ന ആളല്ലേ സാറേ? അതുകൊണ്ട് വിളിക്കാൻ. അതെന്താ? അപ്പൊ സരോന്യ മാഡത്തിന്റെ റിട്ടയർമെന്റിന് ഞാൻ പോയി ഡാൻസ് കളിച്ചല്ലോ. അത് മനഃപൂർവ്വം വിളിച്ച. മനഃപൂർവ്വം വിളിച്ചോ? അത് മനഃപൂർവ്വം വിളിച്ച. എന്തോ സാറേ ഈ പറയുന്നേ? അവിടെ ഒരു 10,000 പേര് ഫംഗ്ഷന് വന്നായിരുന്നല്ലോ. അപ്പൊ അവിടെയാണ് 400 പേർക്കുള്ള ഫുഡേ ഉള്ളു. അപ്പൊ ഫുഡ് ആൾക്കാരെ ഒഴിവാക്കണമല്ലോ. അപ്പൊ ഉഷയുടെ ഡാൻസ് എന്ന് വെച്ച് അപ്പൊ കുറച്ചു പേരെ ഒഴിഞ്ഞു പോയി. സാറപ്പ എന്നെ കളിയാക്കും അല്ലേ? ഉഷയുടെ സൂംബ ഡാൻസ് സാറ് കണ്ടിട്ടുണ്ടോ? സൂംബ ഡാൻസ് എന്റെ സാറ് ഈ ഫോണിനകത്ത് നല്ലൊരു കിടുക്കം പാട്ട് വെച്ച് ഞാനിപ്പോ കാണിച്ചു തരാം. സാറൊരു പാട്ട് വെക്ക്. വേണ്ട സാറേ. എത്ര വയസ്സായി? 35 വയസ്സായി സാറേ. അതല്ലേ കൊള്ളാം. ഇതിന് സൂംബ ഡാൻസ് എന്ന് പറയാൻ പറ്റൂല. ഇത് ഈ ആഹാരം കഴിച്ചിട്ട് എല്ലിന്റെ ഇടയിൽ കയറൂലേ, അങ്ങനെ ഒരു ടൈപ്പ് ഡാൻസ് ആയിരുന്നു. ഓ, സാറ് കളിയാക്കും അല്ലേ? കൂടുതൽ കളിയാക്കും. പിന്നെ ഇവിടെ ഡ്യൂട്ടിക്ക് വന്നാണെങ്കിൽ അത് തന്നെ താമസിച്ച് വരാൻ പാടില്ല ഇവിടെ. എന്റെ സാറേ, താമസിച്ച് വന്ന എന്താന്ന് പറഞ്ഞ ഒരു വലിയ കഥയാ സാറേ. എന്ത് കഥ? എന്റെ അമ്മായിയമ്മ ഒരു പട്ടി കടിക്കാനിട്ട് ഓടിച്ച്. പിന്നെ ഒരു തരത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിലാക്കിയിട്ടാ വന്നേക്കുന്നേ. ആണോ? അമ്മായിയമ്മയോ? അല്ല, പട്ടിയെ. ലോകത്ത് ഏതെങ്കിലും മരുമോള് പറഞ്ഞ അമ്മായിയമ്മ കേക്കുവോ സാറേ? അമ്മായിയമ്മ പറഞ്ഞാ കേട്ടില്ല. അവസാനം ആ പട്ടിയോട് ഞാൻ നയത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പട്ടിയെ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ ഞാൻ വന്നേ. പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ? പട്ടിയും കെട്ടിയോനും കൊള്ളാം, നല്ല പ്രാസം. കെട്ടിയോന്റെ കാര്യം അതിലും വിചിത്രം. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-568. അങ്ങേർക്ക് ഇപ്പൊ 3-4 പെണ്ണുങ്ങളുടെ പുറകെ നടക്കും. ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം. ഇവനോ എന്തെങ്കിലും ഒരിക്കലും കയ്യെ കിട്ടും കേട്ടോ. ഇതുപോലെ എന്റെ ഭാര്യയുടെ പുറകെ ഒരുത്തം കുറെ ആള് കടന്നു. എന്നിട്ട് സാറ് ചോദിച്ചില്ലേ? പിന്നെ ഞാൻ ചോദിക്കൂലേ? ഞാൻ അവന്റെ പെടലേക്ക് കൂടി ചോദിച്ചിട്ടാ, ഞാൻ അനുഭവിക്കണമെന്ന് നീ കാണുന്നില്ലടാ, അത് പോരാഞ്ഞിട്ടാണ് നീ ഇപ്പൊ ഇവിടെ പുറകെ നടക്കണത്. അപ്പൊ തന്നെ അവൻ അവധിന്ന് പിന്മാറി. അത് നല്ല ഐഡിയ ആയിരുന്നു. നല്ല ഐഡിയ അല്ലേ? പറഞ്ഞേക്കണം. അതങ്ങ് പറഞ്ഞാ മതിയായിരുന്നല്ലേ. എന്നാ പിന്നെ ഞാൻ ഡ്യൂട്ടി കൂടെ തുടങ്ങട്ടെ സാർ. ഞാനില്ല കേട്ടോ ഇന്ന് ഡ്യൂട്ടിക്ക്.
സാറ് ലീവാണോ? അല്ല ഞാൻ ലീവാണെങ്കിലും ഞാൻ ഇവിടുന്ന് പോകൂല, കാരണം ഉഷയുടെ കൂടെ ഒരാൾ വേണമല്ലോ. അതാണ് സാർ ഈ ഫോറസ്റ്റിൽ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ സാറേ? അങ്ങനെയൊന്നും പോകും. ഒന്നാമത് കാട്ടുമൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലവാ. പോരെങ്കിൽ മാത്യു സാർ ഇന്നലെ പോവുകയും ചെയ്തു. ഞാനെന്നാ ബാഗൊക്കെ വെച്ചിട്ട് വരാം. ആ ബാഗ് വെച്ചിട്ടോ കേട്ടോ. ഓ എന്റെ ദൈവമേ, എന്റെ പൊന്നു, എന്നാൽ ഈ തലവേദന വിട്ടുമാറില്ലല്ലോ ഈശ്വരോ. എന്തൊരു അലച്ചിലാന്നേ. ഓ അയ്യോ. ഡാൻസ് കൂടാതെ സംഗീതവും പാടുവോ? സാറേ പതുക്കെ അതിനകത്ത് ഒരു കരടി ഉണ്ട് സാറേ. ഒരു കരടി അതിനകത്തുണ്ട് സാറേ. എന്റെ ദൈവത്തിനാണ് ഞാൻ കണ്ടതാണ്. കരടിയാ? കരടിയുണ്ട് സാറേ. അത് പോയി പൂട്ട്. സാറേ നിങ്ങളുടെ സാറ് ഒന്ന് എന്റെ പൊന്നുഷ ഒന്ന് അങ്ങ് ചെല്ലിപ്പോ. സാറേ താക്കോല് കളഞ്ഞ? സാറേ ഞാൻ കണ്ടതാണോ? കണ്ടതാ ഒരു കരടി. അപ്പൊ നമ്മള് രക്ഷപ്പെട്ട്. നമ്മള് രക്ഷപ്പെട്ട്. എന്താ സാറേ ഈ നാട്ടിൽ എത്ര നാളായി ഈ കരടി ഭീതി പരത്തണം? എത്ര പേരെ ആക്രമിച്ച് ഇതിനെ ഇപ്പൊ ഈ കൂട്ടി കയറിയില്ലേ, നമ്മൾ പൂട്ടിയില്ലേ? അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായ നമ്മളാണ് ഈ കരടി അകത്താക്കിയത്. അപ്പൊ നമ്മൾ എന്താവും? നമുക്ക് പ്രൊമോഷൻ ആകും, നാട്ടുകാരുടെ മുമ്പിൽ ഒരു വിലയാകും. അപ്പൊ നമ്മൾ ആരായി? നമ്മള് പ്രൊമോഷനായി, അടിപൊളിയായി. ഉഗ്രൻ ഐഡിയ സാറേ. എന്തായാലും നമുക്ക് ഇതൊന്ന് ഭയങ്കര എല്ലാരും വിളിച്ച് അറിയിക്കണം. ഞാനെന്നാ എല്ലാരോടും ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്താ സാറേ? അയ്യോ എന്താ? അതിന്റെ കരടിനെ കണ്ടതാണോ? കരടി ഞാൻ കണ്ട്. അതിനകത്തൊരാളുണ്ട്. അത് കരടിയല്ലേ സാർ? ആ കരടിയല്ല, അല്ലാണ്ട് ഒരാളുണ്ട്. അല്ലാതെ മാത്യു സാർ ഇന്നലെ ഫംഗ്ഷൻ കഴിഞ്ഞ് എന്നെ ഇവിടെ കൊണ്ട് ആക്കാൻ വന്നു. അപ്പൊ മാത്യു സാർ പറഞ്ഞ് ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ പൊക്കോളം അതിനകത്ത് കയറി കിടപ്പുണ്ട്. മാത്യു സാറോ? അയ്യോ എന്നിട്ട് മാത്യു സാറിനെ ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ മാത്യു സാറിനെ കരടി പിടിച്ചു കാണൂ. മാത്യു സാറിനെ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടുത്തിയേ പറ്റുള്ളൂ. മാത്യു സാറിനെ വിളിക്കാം. മാത്യു സാറിനെ വിളിച്ചു നോക്കാം. വിളിക്കും സാറേ. കരടി അറിയാണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അയ്യോ മാത്യു സാറ് തീർന്നു സാറേ. എന്റെ ഉഷ ഇങ്ങനെ പേടിക്കാതെ. നമ്മൾ ഫോറസ്റ്റുകാരാണ്. നമ്മൾ കാട് പോലെ വടി പോലെ നിൽക്കും സാറേ. മാത്യു സാറേ, മാത്യു സാറേ. ഹലോ ഹലോ, സുഖമായിട്ടിരിക്കണോ സാറേ? സുഖമായിട്ടിരിക്കണം. ഇന്നലെ അടിച്ചോണ്ടേ ഭയങ്കര തലവേദന. ഒരു രക്ഷയില്ല. അതെ അതെ, അതൊക്കെ ഇപ്പൊ മാറും. ഞങ്ങൾക്കാണ് തലവേദന. ഇന്നലെ അടിപൊളിയായിരുന്നു കേട്ടാ. ഇന്നലത്തെ ഇവന്റെ പ്രകടനം കാണണം. ഞാൻ എല്ലാം കേട്ടതിനകത്തിരുന്നു. അല്ലെന്ന് എന്നെ കുറിച്ച് പുകഴ്ച ആ മൊബൈൽ ഒന്ന് എടുത്തു സാറേ. പിന്നെ എന്നാ പിന്നെ അവിടെ തന്നെ കിടന്നു സംസ്കാരമൊക്കെ. ഞാൻ അങ്ങനെ വരാം. ഞാൻ തുറക്കണ്ട സാറേ. എന്താന്നറിയാ, എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ അടുത്ത് പറയവേ, അപ്പുറത്തെ വീടിന്റെ ജനലിൽ കൂടെ എന്നെ കാണുമ്പോഴാണ് ഞാൻ സുന്ദരിയായിട്ട് തോന്നുന്നേ. ഇപ്പൊ ഞങ്ങള് സാറിനെ കാണുമ്പോ സാർ എന്ത് സുന്ദരനാ സാറേ. ഒരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു ഫ്ലക്സ് വെക്കാൻ വേണ്ടി. എന്തിന് ഫ്ലക്സ് അല്ല, ഫ്ലക്സ് എന്തിന്? മറ്റേ വിടവാങ്ങലില്ലേ, അതിന് വേണ്ടിട്ട്. വിടവാങ്ങല? അല്ല വിടവാങ്ങിയല്ലോ സാറേ. പതുക്കെ സാറിന്റെ തലവേദനയല്ലേ, ഒച്ച കുറച്ച് പറ. എനിക്ക് ഒച്ച ഇന്നലത്തെ ഭയങ്കര ഒരു രക്ഷയില്ല സാറേ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? ഒന്നുമില്ല സാറേ. ഇത് തുറക്ക്, ഞാൻ പറട്ടെ സാറേ. ഈ വന്യമൃഗങ്ങളൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരുമല്ലോ. പിന്നെ സാർ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എത്ര കഥകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സപ്പോസ് ഇപ്പൊ കരടി നമ്മളെ ആക്രമിക്കാൻ വരുവാണെങ്കിൽ സാർ എന്താ ചെയ്യുന്നേ? കരടി എന്റെ 100 മീറ്റർ ചുറ്റളവിൽ വന്നാൽ അപ്പൊ ഞാൻ മണത്തറിയ. മണത്തറിയോ? എന്റെ അടുത്താണ് ആട്ടവ്. ഇതൊന്നും നടക്കില്ല സാറേ. 50 മീറ്റർ അടുത്ത് വന്നിട്ട് പോലും അറിഞ്ഞില്ലല്ലോ. ഒരു ദിവസമില്ലേ ഇവിടുത്തെ സൂപ്രണ്ട് വന്ന്, നീ ഇല്ലെന്ന് ഇവിടെ. സൂപ്രണ്ട് വന്ന്, സൂപ്രണ്ടാണെങ്കിൽ ഭയങ്കര പേടിയാണ് വന്യജീവി. നേരെ വന്ന് സൂപ്രണ്ട് വന്നപ്പോ കരടി വന്നപ്പോ സൂപ്രണ്ട് ഇങ്ങനെ ഇന്ന് വിറക്കിയാണ്. ഞാൻ ഈ കരടി അങ്ങനെ ഒറ്റ ചവിട്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. സാറ് ധൈര്യത്തോടെ എന്നൊന്നും പറഞ്ഞു ഒരൊറ്റ തള്ളു. നല്ല തള്ളായി പോയല്ലോ ഇത്. ഭയങ്കര തള്ളായി പോയി. ആ തള്ളു തള്ളിയാന്നെങ്കിൽ ഇതും തുറന്നിങ്ങ് വന്നേനല്ലേ. അതെ, ഇത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും കരടി. കരടിയൊക്കെ നമ്മളെ കൊന്നു കളയുമല്ലേ പിടിച്ചു കഴിഞ്ഞാ? സാറേ ഈ കരടി പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ വന്നതാ. അപ്പൊ സാർ എന്താ ചെയ്യുന്നേ? അത് നിസ്സാര സംഭവമുള്ളു. നമ്മള് ശരിക്കും പറഞ്ഞ ഒരു ചത്ത
ശരീരമായിട്ട് ഇങ്ങനെ കിടക്കണം. അത് മരിച്ചു കിടക്കണം നമ്മള്. മരിച്ചു കിടക്കണം. ശ്വാസം പോലും വിടാണ്ട് ഇങ്ങനെ മരിച്ചു കിടക്കണം നമ്മൾ. മരിച്ചു കിടക്കണം. മരിച്ചു കിടക്കുമ്പോ ഈ കരടി വന്നിട്ട് ഇങ്ങനെ മനത്തെ എങ്ങനെ നോക്കും. അന്നേരത്തേക്ക് ഈ പച്ച സംഭവം മാത്രമേ കഴിക്കുള്ളൂ. മരിച്ചതൊന്നും കഴിക്കില്ല, ചത്തതൊന്നും ജീവനുള്ളതേ കഴിക്കുള്ളൂ. അപ്പൊ ഇത് നേരെ നാണിച്ചങ്ങോട്ട് പോയിക്കോളും. ഇത് പോയി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഏറ്റുപോകണം. അത്ര പരിപാടി ഇതൊക്കെ എന്തോരം ചെയ്തിരിക്കണേ. സാറേ എന്നാ പിന്നെ പറയട്ടെ സാറേ, പറയട്ടെ സാറേ. അത് ഒന്നുമില്ല സാറേ, ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അബദ്ധത്തില് സാറ് കിടക്കുന്ന ഈ റൂമുണ്ടല്ലോ, അതൊരു കരടി വന്ന് കേറിയിട്ടുണ്ട്. ഒരു കരടി വന്ന് കേറിയിട്ടുണ്ട്. സാറ് പേടിക്കരുതാ, പേടിക്കണ്ട, സാറ് പേടിക്കണ്ട. സാറ് കരടി, സാറിന് അറിയാലോ എന്റെ ബുദ്ധി. സാർ ഇങ്ങനെ മരിച്ച പോലെ കിടന്നാ പോരെ, മരിച്ച പോലെ കിടന്നാ മതിയല്ലോ. ശ്വാസം പിടിച്ചാ മതി, കരടി മണത്തിട്ട് പൊക്കോളും. ഇതിനകത്തോണ്ട് ഞാൻ കണ്ടതാ സാറേ. സാർ അവിടെ കിടക്ക്, ഇങ്ങോട്ട് മാറി കിടക്ക് സാറേ. കിടക്കുന്ന പോലെ കിടന്നു സാർ അവിടെ കിടന്നു. സാറേ ശ്വാസം വിടല്ലേ സാറേ, ശ്വാസം വിടല്ലേ. ദൈവമേ, എന്റെ പൊന്നുഷേ, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. എന്തായാലും കരടി കൊണ്ടുപോണ ലക്ഷണാണിത്. കൊണ്ടുപോയി ഇതുവരെ കരടിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പോൾ എവിടെ നിന്ന് കരടി? പേടിക്കാതെ പക്ഷെ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? പോകാനുള്ളവര് പോയില്ലേ? ഇല്ല, മാധു സാർ അനങ്ങത്തില്ല, ശവം പോലെ കിടക്കുമല്ലോ. അപ്പൊ പിന്നെ പേടിക്കാനില്ല. ഭയങ്കര ധൈര്യമായോണ്ട് പേടിക്കേണ്ട കാര്യം. മതി സാറേ, എല്ലാം കടിച്ചു കൊന്നാ. അയ്യോ, കടിച്ചിട്ട് അവനാ ചെല്ലു വഴി ചാടി ഓടിയേ. അല്ല സാറല്ലേ പറഞ്ഞത് ഇങ്ങനെ മരിച്ച പോലെ കിടന്നാ മതി, ശ്വാസം പിടിച്ച് കിടന്നാ കരടി വന്ന് മണത്തിട്ട് പോകുന്നു. എടാ, ആ കഥ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. പക്ഷെ എന്നെ കടിച്ചു കീറി കരടിക്ക് ആ കഥ അറിയില്ലടാ.